ഹലോ നമസ്കാരം. ഞാനിന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഞാൻ ബസ്സിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്ന പെൺകുട്ടി. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ സമയത്ത് ഹൗസ് വൈഫാണ്, പക്ഷേ അവർ PSC ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. 2023 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇനി അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ വെറും 4-5 മാസം മാത്രമേ ഉള്ളൂ. ഈ സമയം വരെയായിട്ട് അവർക്ക് നിയമനം ലഭിച്ചിട്ടില്ല. ഒരൊറ്റ വേക്കൻസി പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ PSC ഡിപ്പാർട്ട്മെൻറ്റിനോടും അതുപോലെ തന്നെ സർക്കാരിനോടും ഒരു അപേക്ഷ വെക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് വേക്കൻസി ഇല്ലെങ്കിൽ എക്സാം നടത്തല്ലേ. കാരണം നിങ്ങൾ ഈ എക്സാം PSC വിളിക്കുന്ന സമയത്ത് ഇവർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ടും അതുപോലെ തന്നെ മറ്റു സമയങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് ഇവർ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് സ്വന്തം അനുഭവമുണ്ട്. എൻ്റെ പെങ്ങൾ 2 കുട്ടികളാണ്, 3.5 വയസ്സും അതുപോലെ തന്നെ 2 വയസ്സുള്ള 2 കുട്ടികൾ. ഈ 2 വില്ലന്മാരെയും മറികടന്നിട്ട് വേണം ഇവർക്ക് പഠിക്കാൻ. ഒന്നുകിൽ ഇവർ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ കുറച്ച് സമയത്ത് കളിക്കുന്ന സമയത്തൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ആളുകൾ 1-ാം റാങ്കും 2-ാം റാങ്കും 3-ാം റാങ്കൊക്കെ കഷ്ടപ്പെട്ട് മേടിച്ചിട്ട് ഇവർ ഈ ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ഈ നിയമനം കൊടുക്കാതെ ഒട്ടനവധി സമരങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് സർക്കാരിനോടും അതുപോലെ തന്നെ PSC ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ ഒരു അപേക്ഷ വെക്കുകയാണ്. ദയവ് നിങ്ങൾ എക്സാം നടത്തണ്ട. ആന കൊടുക്കാമെന്ന് പറഞ്ഞാലും ആശ കൊടുക്കരുതെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു പഴഞ്ചൊല്ല്. അതേ നിങ്ങളോട് പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് എക്സാം നടത്തിയില്ലെങ്കിൽ ഇവർ ഈ കഷ്ടപ്പെട്ട് പഠിച്ചില്ല എന്നേ വരുള്ളൂ. എക്സാം എഴുതിയിട്ട് പിന്നീട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങളിത് കൊടുക്കാതിരിക്കുമ്പോഴുള്ള കഷ്ടപ്പാടുകൾ. ഒട്ടനവധി യുവാക്കൾ നമുക്കറിയാം. 2020 അനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തതാണ് എക്സൈസ് ലിസ്റ്റിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ എക്സാം നടത്താനും നിൽക്കല്ലേ. ദയവ് ചെയ്തിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ദയവ് ചെയ്തിട്ട് എക്സാം നടത്തിയാൽ മതി എന്നുള്ളൊരു അപേക്ഷ സർക്കാരിനോടും PSC ഡിപ്പാർട്ട്മെൻറ്റിനോടും വെക്കുകയാണ്.